വെനസ്വേലയ്ക്കെതിരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന രണ്ടാമത്തെ ആക്രമണ പരമ്പര റദ്ദാക്കിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും നല്ല രീതിയിൽ സഹകരിക്കുന്നതിനാലാണ് രണ്ടാം ഘട്ട ആക്രമണ പരമ്പര ഒഴിവാക്കാൻ താൻ തീരുമാനിച്ചത് എന്ന് സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിൽ ട്രംപ് വ്യക്തമാക്കി. സമാധാനം ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചന എന്നോണം വെനസ്വേല വലിയ അളവിൽ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയാണ്. ഇത് പ്രധാനപ്പെട്ടതും ബുദ്ധിപൂർവവുമായ സൂചനയാണ്. അവരുടെ എണ്ണവാതക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിലും ആധുനികവൽക്കരിക്കുന്നതിലും അത് വലുതും മെച്ചപ്പെട്ടതുമാക്കുന്നതുമായും ബന്ധപ്പെട്ട് USAയും വെനസ്വേലയും നല്ല രീതിയിൽ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സഹകരണത്താൽ നേരത്തെ നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രണ്ടാം ഘട്ട ആക്രമണ പരമ്പര റദ്ദാക്കുകയാണ്. അത് ആവശ്യമില്ലെന്നാണ് കരുതുന്നത് എന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട്. ബിഗോയിൽ ചുരുങ്ങിയത് $100 ബില്യൺ നിക്ഷേപിക്കുമെന്നും അവരുമായി ഇന്ന് താൻ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് കുറിപ്പിൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഷെവ്രോൺ കോർപ്പറേഷൻ, വിറ്റോൾ, ട്രാഫിഗ്യൂര ഉൾപ്പെടെയുള്ള എണ്ണ കമ്പനികൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാറുകൾക്കായി US സർക്കാരിനെ സമീപിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ കരീബിയൻ കടലിൽ വെനസ്വേലയുമായി ബന്ധമുള്ള മറ്റൊരു എണ്ണക്കപ്പൽ കൂടി പിടിച്ചെടുത്ത US. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയ്ക്ക് സമീപം അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ US നേവിയും കോസ്റ്റ് ഗാർഡും ഒലീന എന്ന കപ്പലാണ് പിടിച്ചെടുത്തത്. ഈസ്റ്റ് ടിമോറിന്റെ പതാകയാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഒലീനയുടേത് വ്യാജ രജിസ്ട്രേഷനാണെന്നും വെനസ്വേലയിൽ നിന്ന് ഉപരോധം ലംഘിച്ച് രഹസ്യ എണ്ണക്കടത്ത് നടത്തുന്ന കപ്പൽ ശൃംഖലയുടെ ഭാഗമാണിതെന്നും US പറയുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അടുത്തിടെ US പിടികൂടിയ 5ാമത്തെ കപ്പലാണ് ഒലീന. കഴിഞ്ഞയാഴ്ച വെനസ്വേലയിൽ നിന്ന് എണ്ണയുമായി പുറപ്പെട്ടതായിരുന്നു ഒലീന. US ഇടപെടൽ ഭയന്ന് വെനസ്വേലയിലേക്ക് തന്നെ തിരിച്ചു യാത്ര ചെയ്യുന്നതിനിടയിലാണ് പിടിക്കപ്പെട്ടത്. അതേസമയം ബുധനാഴ്ച വടക്കൻ അറ്റ്ലാന്റിക്കിൽ നിന്ന് US പിടിച്ചെടുത്ത ബെല്ല 1 കപ്പലിലെ 2 റഷ്യൻ ജീവനക്കാരെ US വിട്ടയച്ചു. കപ്പലിലെ 28 ജീവനക്കാരിൽ 3 പേർ ഇന്ത്യക്കാര് ആണ് എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ റഷ്യയുടെ ഊർജ്ജ പങ്കാളികൾക്ക് മേൽ ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്താൻ അനുവദിക്കുന്ന ബില്ലിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ, യുറേനിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തുടരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US കുറഞ്ഞത് 500% തീരുവയെങ്കിലും ചുമത്തണം എന്നതാണ് ബില്ലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ, ചൈന, ഇറാൻ, ബ്രസീൽ തുടങ്ങി റഷ്യയുടെ അടുത്ത വ്യാപാര പങ്കാളികളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തടഞ്ഞ് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുകയാണ് USന്റെ ലക്ഷ്യം. വരുമാനം പ്രതിസന്ധിയിലാകുന്നതോടെ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കുമെന്നും ബിൽ മുന്നോട്ട് വെച്ച റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസി ഗ്രഹാം പറഞ്ഞു. ബില്ലിലെ നിർദ്ദേശങ്ങളെ ട്രംപ് പിന്തുണച്ചുവെന്നും വ്യക്തമാക്കി. അടുത്തയാഴ്ച സെനറ്റിൽ ബില്ലിന്റെ വോട്ടെടുപ്പ് നടന്നേക്കും. സെനറ്റിലും തുടർന്ന് ജനപ്രതിനിധി സഭയിലും ബില്ല് പാസ്സായാൽ ട്രംപിന്റെ അംഗീകാരത്തോടെ നിയമമാകും. നിലവിൽ 50% തീരുവയാണ് US ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. 2ാം സ്ഥാനത്താണ് ഇന്ത്യ. അതേസമയം ഇറാനിൽ തുടരുന്ന പ്രക്ഷോഭത്തെക്കുറിച്ച് പ്രതികരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തി. ട്രംപിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ആയത്തുള്ള അലി ഖമേനിയുടെ വരവ്. വിദേശ പിന്തുണയുള്ള ഘടകങ്ങൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും എന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് പിന്മാറില്ല എന്നും ഖമേനി പറഞ്ഞു. US പ്രസിഡന്റിന്റെ കൈകളിൽ ഇറാനികളുടെ രക്തം പുരണ്ടിരിക്കുന്നു. അഹങ്കാരിയായ നേതാവ് ഒടുവിൽ അട്ടിമറിക്കപ്പെടും. പ്രതിഷേധക്കാർ അമേരിക്കൻ ട്രംപിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നും ഖമേനി കുറ്റപ്പെടുത്തി. കലാപകാരികൾ പൊതു സ്വത്തുക്കൾ ആക്രമിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ രാത്രി ടെഹ്റാനിൽ ഒരു കൂട്ടം ആക്രമികളും കലാപകാരികളും എത്തി സർക്കാർ കെട്ടിടം തകർത്തു. വിദേശികളുടെ കൂലിപ്പട്ടാളക്കാരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധം വ്യാപിക്കുന്നത് തടയാൻ രാജ്യത്താകമാനം ഇന്റർനെറ്റ് വിച്ഛേദിച്ച ഇറാൻ. ഫോൺ കോളുകളും രാജ്യത്തെത്തുന്നില്ല. വിമാനങ്ങൾ റദ്ദാക്കി. ഓൺലൈൻ ഇറാനിയൻ വാർത്താ സൈറ്റുകൾ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്തു തുടങ്ങിയതോടെ വെള്ളിയാഴ്ച പുറം ലോകവുമായി ഇറാൻ വലിയ തോതിൽ ഒറ്റപ്പെട്ടു. അതേസമയം പ്രതിഷേധ പ്രകടനങ്ങളിൽ അക്രമം അരങ്ങേറുന്നതായും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും തീവ്രവാദ ഏജന്റുമാരാണ് ഇതിന് പിന്നിലെന്നും ഇറാൻ സ്റ്റേറ്റ് TV കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ സ്വകാര്യ വാഹനങ്ങൾ, മെട്രോയും ഫയർ ട്രാക്കുകളും ബസ്സുകളും അടക്കം പൊതുവാഹനങ്ങളും അഗ്നിക്കിരയാക്കിയെന്നും സ്റ്റേറ്റ് TV പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.